വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർ മേഘശ്രീയുടെ ഇടപെടലും ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ ദിവസം ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നറുക്കെടുപ്പിനിടെ വേദിയിലിടുന്ന കളക്ടർ കരഞ്ഞത് കണ്ട് നിന്നവരുടെയും കണ്ണു നിറച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരനും നഷ്ടപ്പെട്ട അവന്തിക തന്റെ വീടിനായി നറുക്കെടുപ്പിന് വന്നപ്പോൾ ജില്ലാ കളക്ടർ മേഘശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ആരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. ദുരന്തമുണ്ടായ ആദ്യ ദിനം മുതൽ ഇതുവരെ അവർക്കൊപ്പം രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നയാളാണ് മേഘശ്രീ. ഓരോ കുടുംബത്തെയും നേരിട്ടറിയാം, അവരുടെ നഷ്ടങ്ങളും സങ്കടങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറായല്ല, അവരിൽ ഒരാളായാണ് മേഘശ്രീയുടെ പ്രവർത്തനം. ഒരു കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഇത്രയോ വലിയ ഒരു ലോസായി, ഇത്രയും ഒരു ആൾക്കാരിൻ്റെ മരണം ഉണ്ടായി, അതിൻ്റെ എല്ലാ വിഷമം ഉണ്ടായിരുന്നു. ലിസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ അവർക്ക് വാടക വീട് എടുത്തു കൊടുക്കുന്നതും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരോ ആളിൻ്റെ സ്റ്റോറി നമുക്ക് ഏകദേശം അറിയാം. സോ അന്നത്തെ ദിവസം അതന്നെയാണ് സംഭവിച്ചതും. തിത്തു വന്നു, തിത്തു എടുക്കുമ്പോൾ തിത്തുവിൻ്റെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ മരിച്ചു, ഇപ്പോൾ തിത്തു എങ്ങനെയാണ് ജീവിക്കുന്നത് അതെനിക്കറിയാം. അതുപോലെ തന്നെ അനിൽകുമാർ വന്നു, മനോജ് വന്നു, മഹേഷ് വന്നു. ഓരോരോ ആൾ വരുമ്പോൾ അവരുടെ സ്റ്റോറീസ് നമുക്ക് അറിയാം. 2024 ജൂലൈ 10 മേഘശ്രീ വയനാട് ജില്ലാ കളക്ടറായി ചുമതലയേൽക്കുന്നത്. ജൂലൈ 30 നാടിന് നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ ദുരന്തബാധിതർക്കൊപ്പം രാപ്പകൽ കൂടെ തന്നെയുണ്ട് വയനാടിന്റെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ. പുനരധിവാസ പദ്ധതി മികച്ച മാതൃകയാകണമെന്നാണ് ആഗ്രഹിച്ചത്. ഇതിനിടയിൽ നേരിട്ട വെല്ലുവിളികളും ചെറുതല്ല. വലിയ റവന്യൂ ഭൂമി നമുക്ക് ഇല്ല. ദെൻ രണ്ടാമത്തതും അഗെയിൻ ലീഗലായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു. ദെൻ അഗെയിൻ മൂന്നാമത്തതും നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. ബിക്കോസ് നല്ല ശക്തമായ റെയിൻഫോൾ. നമ്മൾ ഫൗണ്ടേഷൻ ലേയിങ് സമയത്തിലും നമുക്ക് ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിലും വീണ്ടും അതിൽ വെള്ളം പോയിട്ട് കെട്ടിക്കിടക്കുവാണ്. സോ ദെൻ അഗെയിൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതും ഈ SIR സമയത്തിൽ ലേബറേഴ്സിൻ്റെ ഒരു ഭയങ്കര ഒരു ഷോർട്ടേജ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് SIRൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാരും ദേ വാണ്ടഡ് ടു ഗോ ബാക്ക് ടു ദെയർ ഹൗസസ്. സോ ഇങ്ങനെ പലവിധ ചാലഞ്ചസ് ആണ് നമുക്കിവിടെ നേരിടേണ്ടി വന്നത്. ദുരന്തബാധിതർക്ക് അവരിൽ ഒരാളെ പോലെ എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരാളായാണ് കളക്ടർ പ്രവർത്തിച്ചത്. ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞവരിൽ ചിലർ പിന്നീട് വീട് വേണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചതും ജില്ലാ കളക്ടറെയാണ്. 2017 കേരള കേഡർ ബാച്ചാണ് കർണാടക സ്വദേശിയായ മേഘശ്രീ IAS. കാഞ്ഞങ്ങാട് സബ് കളക്ടറായിട്ടായിരുന്നു ആദ്യ നിയമനം. പിന്നീട് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ചു. ആദ്യമായി ജില്ലാ കളക്ടർ പദവിയിലെത്തുന്നത് വയനാട്ടിലാണ്. ആദ്യ ദൗത്യത്തിൽ തന്നെ ഒരു നാടിന്റെ അതിജീവന യാത്രയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിഞ്ഞതിന്റെ കരുത്തുണ്ട് വയനാടിന്റെ പ്രിയപ്പെട്ട കളക്ടർക്ക്. ന്യൂസ് മലയാളം, വയനാട്.